തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ് ഒരു കർഷകൻ. പാട്യം പുതിയ തെരു സ്വദേശി എം ശങ്കുണ്ണിയാണ് വ്യത്യസ്തമായൊരു കൃഷിയിലൂടെ മികച്ച രീതിയിൽ തണ്ണിമത്തൻ വിളയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃഷിക്കാഴ്ചയിലേക്ക്. ഞാനിപ്പോൾ 8-9ാമത്തെ വർഷമാണ് വത്തക്ക കൃഷി ചെയ്യാൻ വമ്പൻ വിജയത്തിൽ തന്നെ കൊയ്തു വരുന്നത്. ഇതുവരെ എനിക്ക് മോശമായിട്ടില്ല. പിന്നെ കൃഷിയിൽ എല്ലാവരും പറയും നഷ്ടമാണ്, പക്ഷെ എവിടെ നഷ്ടം എനിക്ക് മനസ്സിലാകുന്നില്ല. കൃഷി ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും നഷ്ടം വരില്ല. സമയം സന്ദർഭം നോക്കി കൃഷി ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ലാഭമാണ്. ഒരുപാട് പൈസ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കേണ്ട രീതിയിൽ പൈസ ഉണ്ടാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈം നോക്കിയിട്ട് ഓരോ കൃഷി ഇറക്കണം. മണ്ണറിഞ്ഞ് വിത്തെറിയണം എന്ന് പറഞ്ഞ പോലെയാണ് ഇതിന്റെ കാര്യം. പാട്യം കുറ്റിവയലിലെ 65 സെന്റ് സ്ഥലത്താണ് ശങ്കുണ്ണി തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കൃഷിയുടെ വിളവെടുപ്പ് പാട്യം കൃഷി ഓഫീസർ ആർ അശ്വതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പഞ്ചായത്തിലെ ഒരു മികച്ച മാതൃകാ കർഷകനാണ് ശ്രീ ശങ്കുണ്ണി എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ വിളകൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പരിചയമല്ലാത്ത ജർജീർ, സ്ക്വാഷ്, ഷമാം പോലെയുള്ള വിളകളും അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു. ഇപ്പോൾ ഈ ഇവിടെ തണ്ണിമത്തൻ വിളവെടുക്കുന്നത് അദ്ദേഹം തരിശ് നിലത്തിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ വിളവാണ് നമ്മൾ ഇന്നിവിടെ വിളവെടുക്കാൻ പോകുന്നത്. ഇത് കൂടാതെ തന്നെ വാഴ, പച്ചക്കറികള്, വിവിധയിനം പച്ചക്കറികൾ എല്ലാം തന്നെ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടും പാട്യം പഞ്ചായത്തിലെ ഒരു മാതൃകാ കർഷകനും മറ്റുള്ള കൃഷിക്കാർക്ക് ഒരു മാതൃകയും കൂടിയാണ് അദ്ദേഹം. പ്രകൃതി സൗഹൃദമായ രീതിയിൽ കൃഷി ചെയ്തതിനാൽ പഴങ്ങൾക്ക് മികച്ച ഗുണമേന്മയും രുചിയും ഉണ്ട്. നാട്ടുകാർക്കും വിപണിയിലും നല്ല ആവശ്യകതയുള്ളതിനാൽ കർഷകനും നല്ല സന്തോഷത്തിലാണ്. കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തണമെന്ന സന്ദേശവും കർഷകൻ നൽകുന്നു. ശരിയായ പരിചരണവും ശാസ്ത്രീയമായ കൃഷിരീതികളും പാലിച്ചാൽ തണ്ണിമത്തൻ കൃഷി ലാഭകരമാണെന്നും എം ശങ്കുണ്ണി പറയുന്നു. ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ച് താമസിക്കുന്നു, എന്നാലും കിട്ടുന്നുണ്ട്. പല പല പൈസകളും പെൻഡിങ്ങിലായിരുന്നു, പക്ഷെ അതെല്ലാം ഇപ്പം വന്നുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ ആർക്കാണ് എവിടെയാണ് നഷ്ടം? ആർക്കാണ് കൃഷി മോശം? കൃഷി മോശം എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും കൃഷി ചെയ്യുന്നതിന് എപ്പോഴും മോശം തന്നെയായിരിക്കും. കൃഷി ശരിക്കും ചെയ്ത് വരണോ. നമ്മളെപ്പോലെ ഞാനൊരാളൊന്നല്ല, എന്നെപ്പോലെ ഒരുപാട് ആളുണ്ട്. ഇരിട്ടിയിൽ ഒരു രവീന്ദ്രൻ മാഷുണ്ട്, നല്ല അടിപൊളി കൃഷിക്കാരനാണ്. വേങ്ങാട് ഒരു കൃഷ്ണേട്ടനുണ്ട്, നല്ല കൃഷിക്കാരനാണ്. ജയപ്രകാശേട്ടൻ, അങ്ങനെ ഒരുപാട് ആള്, ആമ്പിലാട് മോനേട്ടൻ, അങ്ങനെ പല ആളും കൃഷിയിൽ നമുക്കൊന്നും ആരും കൃഷിയിൽ നഷ്ടം എന്ന് പറയും പറ്റൂല. ഇത്രയെല്ലാം എനിക്ക് ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള കൃഷി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങി വാ, എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ രസം മനസ്സിലാവും. ഇതുകൂടാതെ വിവിധ തരം പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നുണ്ട് ഇദ്ദേഹം. വരാനിരിക്കുന്ന വിഷുവിന് കൂടുതൽ തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. ഇവിടെ നിന്നും വിളവെടുക്കുന്ന തണ്ണിമത്തൻ ശങ്കുണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള പ്രാദേശിക വിപണന കേന്ദ്രം വഴിയും വിൽപ്പന നടത്തുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.